ശ്രീ സുരേഷ് ഗോപിയെ സഹായിക്കാനായിട്ട് കയറി അവിടെ പൂരം കലക്കിയെന്നൊക്കെ അത് അതൊക്കെ ADGPയുടെ പേരിൽ എങ്ങനെ പറയാൻ പറ്റും? ADGP അവിടെ പൂരം കലക്കാനൊന്നും അവിടെ പോയിട്ടില്ല. അവിടെ പൂരം കലക്കിയെന്ന് പറയുന്ന ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് നടത്തി. അതിനെ വേറെ കുറെ ശ്രീ സുനിൽകുമാർ അതിനെക്കുറിച്ച് ഇപ്പോൾ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങളുണ്ട് കേട്ടോ. കാരണം 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു മുഖ്യമന്ത്രി. അതിനും അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് ഇന്നുവരെ വെളിയിൽ കണ്ടിട്ടില്ല. അതോ അതിന് റിപ്പോർട്ട് വന്നിട്ടില്ലേ? ആർക്കറിയാൻ പറ്റും? ഇത് ഒരാവശ്യമില്ലാതെ പൂരം കലക്കിയതാണ്. അതിന് സംശയമൊന്നുമില്ല. കാരണം ഇത് അറിയാൻ വയ്യാതൊന്നുമല്ല, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. കാരണം അത് കാൽക്കുലേറ്റഡ് ആണ്. കാരണം ഒരു കാരണവുമില്ലാതെ അവിടെ പൂരപ്പറമ്പിലേക്ക് ആളുകളെ പ്രവേശിക്കുന്ന വഴി ഇത് അവരെ തടയുക, അവിടെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയുക, ലൈറ്റ് ഓഫ് ചെയ്യിപ്പിക്കുക, പിന്നെ അതുകൂടാതെ പിന്നെ വെടിക്കെട്ട് നിർത്തിവെപ്പിക്കുക, മേളം പോലും നിർത്തിക്കുക. ഇതെന്ന് പറയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ അയാളുടെ തലയ്ക്ക് സുഖമില്ലാത്തവനായിരിക്കും, അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് ആയിരിക്കും. ഇപ്പൊ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളെ IPS കൊടുത്ത ഇരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അത് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ പുറയിൽ അതുപോലുള്ള നിർദ്ദേശം ഉണ്ട്. അപ്പൊ അത് ശ്രീ സുനിൽകുമാറിന് ദോഷം ചെയ്തു എന്നുള്ളത് വളരെ സത്യമാണ്. കാര്യം സർക്കാരിൻ്റെ പിടിപ്പുകേടുകൊണ്ട് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് പൂരം കലക്കി എന്നുള്ള ഒരു കാഴ്ചപ്പാടങ്ങ് എടുപ്പിച്ചു. അവിടെ വന്നു സമയത്ത് തന്നെ നമ്മുടെ MP അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് സുനിൽകുമാർ രാവിലെ മുതൽ അവിടെ ഉണ്ട്, പൂരത്തിനുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ആ പറമ്പിൽ ഈ സമയത്ത് ഇത് അറിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു ആംബുലൻസ് വന്നെന്നാണ് ഇപ്പോൾ വാർത്ത. ആംബുലൻസിനകത്ത് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ പാടുള്ളതല്ല ഒരാൾക്ക്. അല്ലെങ്കിൽ അദ്ദേഹം വല്ല കിടപ്പങ്ങണാവണം, ആശുപത്രിയിൽ നിന്ന് വരണം. ഇതൊന്നും അല്ലല്ലോ. ഇത് ആംബുലൻസിനകത്ത് ഈ ബാരിക്കേഡൊക്കെ കടന്ന് അവിടെ ചെല്ലണമെങ്കിൽ ആംബുലൻസ് വേണം. അപ്പോൾ ആംബുലൻസിനകത്താണ് അവിടെ ചെന്നേക്കുന്നത് പറഞ്ഞു. അത് ഗുരുതരമായ ഒരു ആരോപണമാണ് ശ്രീ സുനിൽകുമാർ പറഞ്ഞേക്കുന്നത്. അതിനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. അങ്ങനെ ശ്രീ സുരേഷ് ഗോപി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറയിൽ എന്തോ കാര്യമുണ്ട്, ആംബുലൻസിൽ അവിടെ ചെല്ലണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇത് കാൽക്കുലേറ്റഡ് ആണോ ഇല്ലയോ എന്ന് നോക്കണം. അപ്പോൾ സർക്കാരിന് ഈ പ്രശ്നം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അത് മുഴുവൻ റെഡിയാക്കി ഈ കലക്കാനുള്ള പണിയെല്ലാം ചെയ്തു കൊടുത്തത് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് അത് പൂരം കലക്കി അത് നശിപ്പിച്ചു കേട്ടോ. അതിനൊരു വലിയ പ്രതിച്ഛായയുടെ ഒരു പ്രശ്നം അവിടെ ശ്രീ സുനിൽകുമാറിന് സംഭവിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് സുനിൽകുമാർ. വളരെ ക്ലീൻ ഇമേജ് ഉള്ള നല്ല ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അവിടെ മങ്ങലേൽക്കാനുണ്ടായ ഒരു സംഭവത്തിൽ ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. അതുവരെ അദ്ദേഹം സ്കോർ ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ അവിടെ. കാര്യം അത് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പൂരം കലക്കുക എന്ന് പറഞ്ഞാൽ, ഈ പൂരം എന്ന് പറയുന്നത് അവിടെ തൃശ്ശൂർക്കാരുടെ ഒരു വലിയ വികാരമാണ്. അതിനകത്ത് ഇത്രയും നാശമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് മനഃപൂർവ്വം അല്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ പേരിലൊന്നും യഥാർത്ഥത്തിൽ അജിത് കുമാറിലേക്ക് ചൂണ്ടാനുള്ള ഒരു എവിഡൻസും ഇല്ല, ഒരു തെളിവുമില്ല. ചുമ്മാ ഒരാളെ ക്രൂശിക്കാൻ പറ്റുമോ? അപ്പോൾ ഇന്നലെ ഈ 5 ഡയലോഗൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് കേട്ടോ. ഞാനിത് പിന്നെ ശ്രദ്ധിക്കാനേ പോയില്ല. രാത്രി ഇവിടെ മാധ്യമങ്ങളിൽ ചർച്ച വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ പോകത്തില്ല, ഒന്നും ചെയ്തിട്ടില്ലെന്നറിയാം. ഇന്ന് രാവിലെ എണ്ണിട്ട് നോക്കിയപ്പോൾ വാർത്തയൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അന്വേഷിക്കാൻ കേട്ടോ, എന്തും അന്വേഷിക്കാനാണെന്ന് എനിക്കറിയില്ല. ഇതിൽ അന്വേഷണം നടത്താൻ ഒരു ആ കമ്മിറ്റിയെ വെച്ചത് ശശിയാണ്. ഇതിലുള്ള ആളുകളെ തീരുമാനിച്ചേക്കുന്നത്. അപ്പം ഇത് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇതൊന്നും മനസ്സിലാക്കണ്ട. ഇത് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയെന്ന് ശ്രീ പിണറായി വിജയൻ തിരിച്ചറിയണം. നിങ്ങൾക്ക് ലോക്സഭാ ഇലക്ഷന് കിട്ടിയില്ലേ? ആ അടിയൊന്നും അല്ല ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ദ ഹയർ യു ഗോ ദ ഹാർഡർ യു ഫോൾ എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. എത്ര ഉയരത്തിലേക്ക് നിങ്ങൾ പോന്നോ അത്രയും പതനത്തിന് അത്രത്തോളം ആഘാതം കൂടും എന്നുള്ളതൊന്ന് തിരിച്ചറിയണം. അങ്ങനെ വരും, ഇത് പ്രശ്നമാകും. ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ശശിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന് ശ്രീ പിണറായി വിജയൻ ബഹുമാനീയനായ മുഖ്യമന്ത്രി ഒന്ന് തിരിച്ചറിയണം. നിങ്ങളെ ഉദ്ദേശിച്ചാണ്. ഇതിനി ആ ഉദ്ദേശത്തിൻ്റെ പുറകിലുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ മന്ത്രി ഇത് ഇരുന്നുകൊണ്ട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞു. ഈ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം. ഈ ചാക്ക് കണക്കിന് ഇത് നിൽക്കുന്നവന്മാർ എന്തോ ചെയ്യും? ഉപ്പ് ചാക്ക് കണക്കിനെ കഴിച്ചിട്ടിരിക്കുന്നവരാണ് ഈ പറയുന്ന വർത്തമാനം. ഇതൊക്കെ ഈ ആരെ കണ്ണി പൊടിയിടാനാണ്? എന്നിട്ട് എന്താ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചോ? ഇല്ലല്ലോ. ആരെയും പുറത്താക്കിയാലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ. കാരണം അജിത് കുമാറിനെ പുറത്താക്കിയാൽ ശശി പുറത്താക്കിയേ പറ്റൂ.
അതിന് മുഖ്യമന്ത്രി ഒരിക്കലും തയ്യാറാവത്തില്ല. കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് പ്രതീക്ഷിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ചെയ്തേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല. അപ്പോൾ അജിത് കുമാറിന് ഒരാവശ്യമില്ലാതെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും. ശശിയെ പറഞ്ഞു വിടാതിരിക്കാൻ പറ്റത്തില്ല, നിവൃത്തിയില്ല. കാരണം ശശിയാണല്ലോ ഇത് ചെയ്യിപ്പിച്ചേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ശശിയുടെ ആജ്ഞകളല്ല അനുസരിക്കുകയാണ് അജിത് കുമാർ എന്നുള്ളതാണ് ആരോപണം. അപ്പം അജിത് കുമാറിനെ അങ്ങ് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഈ ആജ്ഞ കൊടുക്കുന്ന ആളിനെ വല്ല അവിടെ ഇരുത്താൻ പറ്റും. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതിന് മുഖ്യമന്ത്രി തയ്യാറാവത്തില്ല. കാരണം അദ്ദേഹത്തിന് ഇരിക്കുന്നത് വരെ ഇങ്ങനെയുള്ള ഒരാളെ തന്നെ റെഡിയാക്കി അവിടെ ഇരുത്തണം. എന്നാലേ കാര്യങ്ങൾ നടന്നു കിട്ടുള്ളൂ. ഇതാണ് കാര്യം. ഇത് എല്ലാവരും നമുക്കൊന്ന് തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ശ്രീ അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരിക്കാം. ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനിയും. കാരണം ഇത് നോക്കുന്നത് വേറെ കാര്യമൊന്നുമല്ല, മനസ്സിലായോ? ഇത് ഈ ശ്രീ പിണറായി വിജയനെതിരെയുള്ള അത് ശശി മൂലം ഉള്ള യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളാണ്, അല്ലാതെ വേറെ ആരെയുമല്ല. ഇതിനകത്ത് അജിത് കുമാർ ഒന്നും ചെയ്ത ഒന്നുമില്ല. അത് മനഃപൂർവ്വം പറഞ്ഞേക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് ചെയ്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ അതിനകത്ത് ബാക്കി 2 പേര്, ശ്രീ KT ജലീൽ സ്വതന്ത്ര, യഥാർത്ഥ CPM സ്വതന്ത്രനാണ്. CPMൻ്റെ അദ്ദേഹം പാർട്ടി അംഗമൊന്നുമല്ല. അതേപോലെ തന്നെ കാരാട്ട് റസാഖ്, മുൻ MLA ആയിട്ടിരുന്ന കാരാട്ട് റസാഖും CPM അനുഭാവിയാണ്, പാർട്ടി അംഗമൊന്നുമല്ല. കാരാട്ട് റസാഖിൻ്റെ പ്രസ്താവന കണ്ടു. പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഞാൻ, അതുപോലെ ശ്രീ ജലീൽ, അൻവർ, ഞങ്ങളാരും ഈ CPMൻ്റെ മണ്ഡലം ഞങ്ങൾക്ക് കനിഞ്ഞനുഗ്രഹിച്ച് തന്ന് ഞങ്ങളെ മത്സരിപ്പിച്ച് ഞങ്ങൾ ജയിച്ചൊന്നുമല്ല. ഞങ്ങൾ സ്വന്തമായിട്ട് വെട്ടിപ്പിടിച്ചതാണത്. UDFൻ്റെ മണ്ഡലം ഞങ്ങൾ വെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരാണ്. അതിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒന്നും തന്നിട്ടൊന്നുമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നു. അതറിയണമെങ്കിൽ അത് ശ്രീ അൻവറിൻ്റെ അനുവാദത്തോടു കൂടിയും അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടു കൂടിയും അല്ലാതിരിക്കാൻ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. എന്തോ അത് കാര്യമുണ്ട്, പ്രശ്നമുണ്ട്. ശ്രീ ശശിയുടെ കയ്യിൽ നിന്നുള്ള, ശശിയുടെ കയ്യിൽ നിന്നുള്ള ഈ പെരുമാറ്റം ഇവർക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒന്ന് വന്നിട്ടുണ്ട്. പാർട്ടി അണികളിൽ തന്നെ അതിൽ കടുത്ത ഭിന്നതയുള്ളതായിട്ടും എതിർപ്പുള്ളതായിട്ടും അറിയുന്നു. രാഷ്ട്രീയം എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല.